പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ജസ്ന സലിം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ആ പേരും ആ രൂപവും ഇന്ന് വലിയ ഒരു അരോചകമായി മാറിയിരിക്കുകയാണ്. പേര് കേട്ടാൽ തന്നെ ആളെ തിരിച്ചറിയും. ഒരു കാലത്ത് സഹൃദയരായ മനുഷ്യരുടെ സിമ്പതി പിടിച്ചുപറ്റിയ, വാത്സല്യം പിടിച്ചുപറ്റിയ ഒരു പെൺകുട്ടി നമ്മുടെ മാധ്യമങ്ങളിൽ, പത്രങ്ങളിലും വീഡിയോകളിലും അതുപോലെ തന്നെ ടെലിവിഷനിലും എല്ലാം തന്നെ വലിയ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് പുറത്തു വന്ന ഈ കുട്ടി അന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുത വാർത്തയുമായിട്ടാണ് പുറത്തു വന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. ഗുരുവായൂരിലെ കണ്ണന്റെ പടം വരച്ച് ചരിത്രം സൃഷ്ടിക്കുന്നു. ആ ചിത്രങ്ങളുമായി അവൾ ഭക്തജനങ്ങളെ സമീപിക്കുകയും അവർക്ക് ആ ചിത്രങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു എന്ന ഒരു വാർത്തയാണ് കേട്ടത്. ആ വാർത്ത കൂടുതൽ പ്രചരിക്കുവാൻ കാരണമുണ്ടായത് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള നിലയിൽ ഹൈന്ദവരുടെ ദൈവമായ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് യാഥാസ്ഥിതികരായ മുസ്ലിങ്ങളും അതുപോലെ തന്നെ യാഥാസ്ഥിതികത വെച്ചു പുലർത്തുന്ന ഹൈന്ദവരിൽപ്പെട്ടവരും എതിർക്കുന്നു, അവർ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അത് വളരെ വാർത്താ പ്രചാരണം നേടിയത്. അന്ന് സമൂഹത്തിൽ കുറച്ച് ഉയർന്നു ചിന്തിക്കുകയും മതേതരമായ കാഴ്ചപ്പാട് നിലനിർത്തുകയും ചെയ്യുന്നവരെല്ലാം തന്നെ, ഞാൻ ഉൾപ്പെടെ, അതിനെ ന്യായീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുകയും ചെയ്തു. പക്ഷെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ലക്ഷണങ്ങൾ മാറിത്തുടങ്ങി എന്നുള്ളതാണ്. അതിന് ഒരു അന്ധമായ ചില കാഴ്ചപ്പാടുകൾ, അത് ജനിച്ച മതത്തിൽ നിന്നകന്ന് അതിനെ തള്ളിപ്പറഞ്ഞ് അന്ധമായ ഈ കൃഷ്ണ ഭക്തി കൊണ്ട് എന്നുള്ള രീതിയിൽ അതിലേക്ക് ബന്ധപ്പെടുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടന്നു ചെല്ലുകയും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് ചെറിയ ചെറിയ അസംതൃപ്തി അവിടുത്തെ വിശ്വാസികൾക്കിടയിൽ വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി വന്നു. അതിനെ വിമർശിക്കുവാൻ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഈ സമീപകാലത്ത് ആ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് നിന്ന് അവിടെ കേക്ക് മുറിക്കുകയും അവിടെ വിലക്കപ്പെട്ട നോൺ വെജായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ മുട്ട അടങ്ങിയിട്ടുള്ള കേക്ക്. ആ കേക്ക് മുറിച്ചതിനെ അതിൻ്റെ ബന്ധപ്പെട്ടവർ അവിടെ എതിർക്കുകയും അങ്ങനെ അവരുടെ പരാതി അനുസരിച്ചിട്ട് ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. മേലിൽ ഇനി ഇത് ഈ ക്ഷേത്ര പരിസരത്ത് പാടില്ല. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരിക്കലും ഫോട്ടോ എടുക്കുകയോ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള വിധിവിലക്കുകൾ. എന്നാൽ ഈ വിധിവിലക്കുകളൊന്നും കാര്യമാക്കാതെ ഈ പെൺകുട്ടി അവളുടെ രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തരായിട്ടുള്ള പല യൂട്യൂബർമാരും ഇവളെ വിമർശിക്കുവാനും ഇവളുടെ രീതികളെ എതിർക്കാനും ഒക്കെ തന്നെ
തുടങ്ങിയത്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ നിന്നും തന്നെ എതിർപ്പുണ്ടായി. കാരണം ഇവൾ മതത്തെ തള്ളിപ്പറയുകയും കൂടെ കൂടെ താനൊരു ഇസ്ലാം തന്നെയാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ മതത്തിന്റെ വിധിവിലക്കുകളെ അവൾ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി വന്നു. അതിനെ മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട യൂട്യൂബർമാരും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള അവിടെയുള്ള കാണിക്ക വഞ്ചിയോട് മറ്റ് ചേർന്നിട്ടുള്ള വിഗ്രഹത്തിൽ, കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പോയി മാല ചാർത്തുകയും അതിന്റെ വീഡിയോ പിടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അത് വീണ്ടും ക്ഷേത്ര ഭാരവാഹികളെ പ്രകോപിപ്പിക്കുകയും അവര് വീണ്ടും കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഇപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള ഗൗരവമായ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയുമാണ്. ആ കേസ് പുറത്തു വന്നതോടുകൂടി ഈ പെൺകുട്ടി ഒളിവിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായിരുന്നാലും ശരി തന്നെ, ആ പെൺകുട്ടിയുടെ രീതി സൂക്ഷ്മം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റും അതൊരു അഹങ്കാരിയും ധിക്കാരിയുമാണ് എന്നുള്ളത്. അതിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ആ തരത്തിലാണ്. ഇപ്പോൾ ഒരിക്കൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുകയും അതിൽ ഹൈക്കോടതി ഇടപെട്ട് ഒരു വിധി പ്രസ്താവിച്ച് വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിനെ വീണ്ടും ലംഘിച്ചുകൊണ്ട് വീണ്ടും തെറ്റാവർത്തിക്കുന്നത് ഒരു ധിക്കാരമാണ്. സാധാരണ ആരും ചെയ്യുന്ന ഒരു കാര്യമല്ലത്. ഹൈക്കോടതിയുടെ ഒരു വിധിയെ ലംഘിക്കുക, ഒരു കോടതി അലക്ഷ്യം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലത്. അതിലേക്ക് ആ പെൺകുട്ടിയെന്ന് പറയാൻ പറ്റില്ല, അതിപ്പോ 2 കുട്ടികളുടെ അമ്മയാണ്. ആ സ്ത്രീയെ തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ എത്രത്തോളം ധിക്കാരമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റ് യൂട്യൂബർമാർ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ പുറത്തുള്ളപ്പോൾ അല്ലെ അവരുടെ വീട്ടിലുള്ളപ്പോൾ മതപരമായ വേഷങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല, അവർ തലമറയ്ക്കാറില്ല, അവരുടെ വസ്ത്രത്തിൽ ആ ഗൗരവം കാണിക്കാറില്ല. പക്ഷേ അവർ ആ ക്ഷേത്ര പരിസരത്തേക്ക് പോവുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ വളരെ മുസ്ലിമിന്റെ എല്ലാ ഭവ്യതയോടും കൂടിയുള്ള വേഷവിധാനം, തലമറച്ചുകൊണ്ട് ഷാൾ പുതച്ചുകൊണ്ട് ഒക്കെ തന്നെയാണ് അതിലേ കടന്നു പോകുന്നത്. അതിനർത്ഥം അവരുടെ ഉള്ളിലിരിപ്പ്, അവരുടെ ആ ഒരു വ്യതിരിക്തത, ആ ഒരു വ്യത്യസ്തത അവിടെ വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണം. താൻ അതിനകത്തെ ഒരു കഥാപാത്രമായി തീരണം. എന്നിട്ട് അത് തന്നെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടും മറ്റും ഇടുകയും ചെയ്യുക. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ജസ്ന സലീം എന്നൊരു പേര് കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഭർത്താവിന്റെ പേരാണ്. ആ ഭർത്താവിൽ 2 കുട്ടികളുമുണ്ട്. പക്ഷേ ആ ഭർത്താവ് എവിടെയാണ്, നിലവിലുണ്ടോ, ആ ഭർത്താവ് ഒഴിഞ്ഞു പോയോ, ഒന്നും അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇവരുടെ പ്രവൃത്തികൾ പോകുന്നത്. എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടാകും, ഒരു കൊടക്കൊളുത്ത് പോലെ തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പേര് അരുൺ എന്നാണ്. ആ പേര് മനസ്സിലാക്കാൻ കാര്യം, ഇവൾ ഇടയ്ക്കിടെ അരുണേട്ട എന്നൊരു വിളിയുണ്ട്. അപ്പോൾ അവന്റെ പേര് അരുൺ എന്നാണെന്ന് മനസ്സിലായി. അവൻ സുഹൃത്താണ് പോലും. പക്ഷെ എപ്പോൾ നോക്കിയാലും ഇല്ല, ഈന്തപ്പഴം ഒട്ടിയിരിക്കുന്നത് പോലെ 2 എണ്ണവും ഇങ്ങനെ ഒട്ടിയിട്ടായിരിക്കും എവിടെയും ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുക. അവന്റെ മടിയിൽ അവൾ കയറിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ മടിയിൽ അവൻ കയറിയിരിക്കുന്നുണ്ടാവും. ഈ തരത്തിലുള്ള ഒരു രീതിയാണ് നമ്മളുടെ കൺമുമ്പിൽ നാം പരസ്യമായി കാണുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നത് നേരിട്ടല്ല, വീഡിയോയിലൂടെ കാണുകയാണ്.
അതായത് ഈ ലോകം മുഴുവനും അത് കാണുകയാണെന്നർത്ഥം. അപ്പോൾ ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ ആണെങ്കിൽ അവള് ഏതു മതത്തിൽപ്പെട്ടവളായാലും ഏത് ജാതിയിൽപ്പെട്ടവളായാലും ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം പബ്ലിക്കായി നടത്തുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇടയ്ക്ക് പറയുന്നുണ്ട് അവൻ ദുബൈയിലാണ് എന്നൊക്കെ. ദുബൈയിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ, ഈ ഭൂമിയുടെ മുകളിൽ എവിടെ ജീവിച്ചിരുന്നാലും അവളുടെ എല്ലാം ഉള്ള ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ. അവിടെ എവിടെയും ഇരുന്നു കൊണ്ട് ആർക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ അവൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിൽ പ്രതികരിക്കുന്നുണ്ടാവുമോ നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ, നമുക്ക് തലച്ചോറ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അതായത് ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒന്നുകിൽ അവൻ ഇവളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൾ അവനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. വെറും പേര് മാത്രം നിലനിർത്തി പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ അവൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കണ്ണനു വേണ്ടി ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കാനും തയ്യാറാണ്. ഇവൾക്ക് ഇസ്ലാം ഉപേക്ഷിച്ചുകൂടെ? ഇവളുടെ ഒരാളിന്റെ കുറവ് കൊണ്ട് ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലെങ്കിൽ വേറെ 100 പേരുടെ കുറവ് കൊണ്ട് ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇസ്ലാം ഉപേക്ഷിക്കാം, മറ്റൊരു മതം ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, അതിൽ സ്വതന്ത്രമായി ജീവിക്കാം. അതുപോലെ തന്നെ നിലവിലുള്ള ഭർത്താവിനെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിച്ച് മറ്റൊരുത്തനെ വിവാഹം കഴിക്കാം, അവരുടെ കൂടെ ജീവിക്കാം. ഇതെല്ലാം മൗലികമായി അവകാശം നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെന്തിനാണ് ഈ കാപട്യം? പിന്നെന്തിനാണ് ഈ മുതലെടുപ്പ്? അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും എല്ലാം ചവിട്ടിത്തേക്കുന്ന അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒരു പ്രതിരൂപമാണ് ഈ ജസ്ന സലീം എന്നുള്ളതാണ്. അതുപോലെ ഒരു വീഡിയോയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു, അവൾ കൃഷ്ണന്റെ അല്ലെങ്കിൽ കണ്ണന്റെ ചിത്രം മാത്രമേ വരയ്ക്കുകയുള്ളൂ, മറ്റൊന്നും വരയ്ക്കാൻ അവൾക്ക് കഴിയില്ല. അതെന്ത് കലാകാരിയാണ്? ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു ചിത്രകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ദൃഷ്ടിയിൽപ്പെടുന്ന, അവളുടെ ഭാവനയിൽ വരുന്ന എന്തിനേയും അവൾക്ക് ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ ഒരു കലാകാരി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു ബേസിക് കലാകാരി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ചിത്രം വരച്ച് അതിൻ്റെ പകർപ്പ് തന്നെ, അതിൻ്റെ കോപ്പി തന്നെ വേറെ വരച്ച് മാറ്റി വെക്കുന്നത് ഒരു എന്താ പറയുക, ഒരു കെട്ടിടത്തിന് പെയിന്റിങ് നടത്തുന്ന ഒരു പ്രൊഫഷണൽ പെയിന്ററുടെ ജോലി പോലെയുള്ളതിന്. അതിന് കലാപരമായ കഴിവെന്നോ അല്ലെങ്കിൽ ദൈവീകമായ ഒരു സർഗാത്മക ശക്തി, ഒരു ശേഷിയെന്നോ ഒന്നും അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ചിത്രകലയിലുള്ള അവളുടെ സർഗാത്മകമായ കഴിവ് എന്നും തെളിയുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുമാതിരി കാപട്യമാണ്. ജീവിക്കാനുള്ള തത്രപ്പാടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെതായ ചില ചിട്ടകളും അച്ചടക്കങ്ങളും മര്യാദകളും ഒക്കെ കാത്തു സൂക്ഷിക്കും. ഇത് തികഞ്ഞ ധിക്കാരവും അഹങ്കാരവും തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവളുടെ വീട്ടിലേക്ക് 2 അതിഥികൾ കടന്നു വരുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. വന്നതാരാണ്? ഒന്ന് നമ്മുടെ നാടിന്റെ പ്രശസ്തയായ എച്ചിൽ മുസ്ലിം കാമിത, കൂടെ ബൈജു എന്നൊരു കഥാപാത്രവും. ഞാൻ ആ കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് മറ്റൊരു എച്ചിൽ മുസ്ലിമാണ്. വളരെ കൂടുതൽ വിവാദങ്ങൾ നാട്ടിൽ സൃഷ്ടിച്ച് വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എവിടെയോ ജയിലിലോ മറ്റോ പോയിട്ട് പുറത്തു വന്ന ഒരു കഥാപാത്രമാണത്. ഈ 2 കഥാപാത്രങ്ങളും കൂടെ കടന്നു വന്ന്
അവളെ ആശ്ലേഷിക്കുന്നതും അവളെ സ്നേഹം പങ്കുവെക്കുന്നതും അവൾക്ക് വലിയ വലിയ ഉപദേശങ്ങൾ കൊടുക്കുന്നതുമായിട്ടൊക്കെയുള്ള ഒരു രംഗം ആയിട്ടുണ്ട്. അതിനകത്ത് ഈ കാമിതയുടെ പാലുപോലുള്ള ഉപദേശങ്ങൾ, വർത്തമാനങ്ങൾ അത് ലൈവാക്കി പുറത്തേക്ക് വിട്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ ന്യായീകരിക്കുവാനും അവള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തെറ്റ് ചെയ്തു പറ്റിയതൊക്കെ തെറ്റ് പറ്റിപ്പോയതാണെന്നും എല്ലാവരും പൊറുക്കണമെന്നും ഒക്കെ മാപ്പപേക്ഷിക്കാനും ഒക്കെ ഒരു ജാമ്യമെടുക്കുന്ന രീതിയിലാണ് ഈ കാമിതയുടെ വർത്തമാനം. ഈ കാമിതയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ പെൺകുട്ടി ഉൾപ്പെടെ ഷഫീന ബീവി എന്ന് പറഞ്ഞ് മറ്റൊരു യുവതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പരക്കെ അറിയപ്പെടുന്ന ഈ കാമിതയെയും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനെയും പോലെയൊക്കെയുള്ള എച്ചിലുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഷഫീന ബീവി എന്ന് പറയുന്ന ആ യുവതി, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ജസ്ന സലീം തുടങ്ങിയിട്ടുള്ള ഒരുപറ്റം പെൺകുട്ടികളെ വഴിതെറ്റിച്ച ഒന്നാമത്തെ ആളാണ് ഈ കാമിത എന്ന് പറയുന്നത്. അവരുടെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് മതത്തെയും നബിയെയും ഖുർആനെയും ഒക്കെ ദുഷിക്കുവാനും അതിനെയൊക്കെ തെറി വിളിക്കുവാനും എല്ലാം ഇവരെ പ്രേരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ് ഈ കാമിത. ഒരു കൂട്ടം പെൺകുട്ടികളെ വഴിതെറ്റിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു മഹതിയാണ് ഈ കാമിത എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത്, ഇവളുടെ വല പൊട്ടിച്ച് രക്ഷപ്പെട്ടത് ഈ ഷഫീന ബീവി മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ചരിത്രം ഇവിടെ എടുത്തു പറയാനുള്ളത്. അവളാണ് വന്നു നിന്ന് വീണ്ടും ഈ ജസ്ന സലീമിനെ ന്യായീകരിക്കുവാനും അവൾക്ക് വേണ്ടി സമൂഹത്തോട് മാപ്പി ചോദിക്കുവാനും ഒക്കെ തയ്യാറാകുന്നത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എളുപ്യമാണ് ഇവരൊക്കെ വെച്ചു പുലർത്തുന്ന രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഉൾപ്പെടെ ജനിച്ച എൻ്റെ മതത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം കുറേ വിഷജന്തുക്കൾ, ഇത്രയും മാലിന്യങ്ങൾ ഇന്ന് ഈ കേരള മണ്ണിൽ കിടന്ന് വിലസുന്നത്. നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് നാട്ടിൻ്റെ ഏറ്റവും വലിയ, സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപകടമായി മാറിയിരിക്കുന്ന കുറേ എണ്ണം ഈ സമുദായത്തിൽ നിന്ന്, എൻ്റെ സമുദായത്തിൽ നിന്ന് തന്നെ രൂപം കണ്ട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആണിക്കല്ല് തന്നെയാണ് ഈ കാമിതയും അതുപോലെ തന്നെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എച്ചിൽ മുസ്ലിം. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൽ നിസ്സംഗമായി നിൽക്കുന്നത് ഞങ്ങളുടെ സമുദായം തന്നെയാണ്. ആ സമുദായ നേതൃത്വം ഇതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ കാമിത ഈ ഷഫീന ബീവിക്ക് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് നേരത്തെ എല്ലാവരും കേട്ടതാണ്. അതിനകത്ത് തന്നെ ഈ കാമിത പറയുന്നുണ്ട്, നമ്മുടെ മതത്തെ നമുക്ക് വിമർശിക്കാം, കുഴപ്പമില്ല, കാരണം നമ്മളെല്ലാം മുസ്ലിങ്ങളുടെ പേരുള്ളവരാണല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് വിമർശനം വേണമെങ്കിലും ചെയ്യാം, എന്ത് തെറി വേണമെങ്കിലും വിളിച്ചാൽ നമുക്കെതിരെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല ഈ സംഘികൾ ഇത് കേട്ട് സുഖിച്ച് നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മുടെ വീഡിയോയുടെ റീച്ച് വർദ്ധിക്കുകയും നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് തുറന്നു പറയുന്ന മഹാകാപട്യം ഈ സ്ത്രീയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ആ വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ വോയിസ് ക്ലിപ്പാണ് സത്യത്തിൽ അതുപോലുള്ള വർത്തമാനങ്ങളാണ് ഷഫീന ബീവി എന്ന് പറയുന്ന ആ യുവതിയെ വഴിതെറ്റിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവളുടെ കാപട്യവും ഇവളുടെ വഞ്ചനയും ഇവളുടെ കപട കുഴിയും മനസ്സിലാക്കിയിട്ട് അവൾ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെ ഓരോ പെൺകുട്ടികളും രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ
എല്ലാവർക്കും ആ വിവേചന ബുദ്ധിയും അത്രത്തോളമുള്ള അറിവും ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം. ആ തരത്തിൽ മാരകമായ വിഷമാണ് ഈ കാമിതയും ആരിഫ് ഹുസൈനും ഒക്കെ ഈ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നത്. ഈ ആരിഫ് ഹുസൈൻ്റെ തന്നെ കോയ കാളിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇയാൾ തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന, ഇയാൾ കൊടുക്കുന്ന ക്ലാസ് അനുസരിച്ച് വിളിക്കുന്ന പെൺകുട്ടികളുണ്ട്. അത് വളരെ നാടകീയമായ സംഭാഷണങ്ങളാണ്. അത് നിഷ്കളങ്കയായ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും കുട്ടികൾ കേട്ടു കഴിഞ്ഞാൽ അവരതിലേക്ക് വഴിതെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനൊക്കെ എതിരെ നിയമപരമായ നടപടികളാണ് ആവശ്യം. ഇവൾ പറയുന്നത് പോലെ നമ്മളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മുടെ മതത്തെ നമുക്ക് വിമർശിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന അങ്ങേ അറ്റത്തെ അബദ്ധം തന്നെയാണ് നിയമത്തിന്റെ മുന്നിൽ. കാരണം ഇവൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ മതത്തിന് പുറത്താണ്, ഞാൻ ഈ മതത്തിലേക്ക് തിരിച്ചു വരില്ല ഇനി ഒരിക്കൽ പോലും, ഞാൻ വിശ്വാസം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എല്ലാം തന്നെ 100% ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. ഈ അടുത്തൊരു സമയത്ത് പറയുന്ന കേട്ടു, എനിക്ക് പള്ളിക്കാർ പുറത്താക്കിയാൽ എന്താ, പള്ളി ഇല്ലെങ്കിൽ എന്താ, എനിക്കിനി എന്തിനാണ് പള്ളി, എനിക്കെന്തിനാണ് ജമാഅത്ത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ പുറത്താണ് എന്നിവർ പറയുന്നുണ്ട്. അപ്പൊ ആ മൊഴി വെച്ചുകൊണ്ട് തന്നെ, ആ വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ലീഗലായ നടപടികൾക്ക് ഒരുങ്ങാൻ ഈ സമുദായത്തിനും സമുദായ നേതൃത്വത്തിനും കഴിയും. അതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും, സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ളവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള കാലിക വിഷയങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ചാനൽ നേർമുഖം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും രേഖപ്പെടുത്തി എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകുക എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.